നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി തീർത്ഥാടന കേന്ദ്രമാക്കാനൊരുങ്ങി മക്കൾ. ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ആ ഗോപൻ സ്വാമിയുടെ ഭാര്യ പറയുന്നത് കേട്ടു. അമ്പലത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഓർഡർ ചെയ്ത സാധനം വന്നാൽ ഉടനെ അവർ ആ പണി ആരംഭിക്കുമെന്ന്. പശുവിനെയൊക്കെ വിറ്റിട്ടാണ് ഓർഡർ ചെയ്തേക്കുന്നത്. നമുക്ക് സന്തോഷിക്കാനുള്ളൊരു വാർത്തയാണ്. കാരണം കേരളത്തിന് ഒരു തീർത്ഥാടന കേന്ദ്രം കൂടെ ഉണ്ടാവുകയാണ്. നമുക്കൊക്കെ പോയി പ്രാർത്ഥിക്കാനും പൂജിക്കാനും ഒക്കെ. ഇതും വിശ്വസിച്ച് കുറെ ആൾക്കാർ അവിടേക്ക് പോകും. ഇവിടെ ഒരു ഭ്രാന്താലയമാണ് എന്ന് പറയുന്നത് ചുമ്മാതെയല്ല. ദൈവത്തിന്റെ പേരിൽ, വിശ്വാസങ്ങളുടെ പേരിൽ എന്ത് അന്ധവിശ്വാസങ്ങൾക്കും ആൾക്കാർ കൊണ്ട് തലവെച്ച് കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളിടത്തോളം കാലം അവർ വലിയ അമ്പലം പണിഞ്ഞിട്ട് കഴിഞ്ഞാലും അവർക്ക് നഷ്ടമൊന്നുമല്ല. ഇപ്പൊ അവരെന്തായാലും ഒരു പശുവിനെ വിറ്റു. ഒരു പശുവിനെ വിറ്റിട്ട് 10 പശുവിനെ വാങ്ങിക്കാനുള്ള തുക ആ അമ്പലത്തിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടും. എന്തിന് 10 പശുവിനെ? വലിയൊരു ട്രസ്റ്റ് പണിയാനുള്ള തുക വേണമെങ്കിലും ആ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പാണ്. ഇപ്പൊ ഇച്ചിരി ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ആണെങ്കിൽ എന്താണ്, ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ലൈഫല്ലേ വരുന്നേ. അച്ഛനെ വെച്ച് ലക്ഷറി മുഴുവനായിട്ട് മക്കൾക്ക് സ്വന്തമാക്കാം. പക്ഷേ ഇവിടുത്തെ ചോദ്യം അതൊന്നുമല്ല. ഇത്രയും കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേസാണ്. ആ കേസിൽ എന്തുകൊണ്ടാണ് ടെസ്റ്റ് റിപ്പോർട്ട് വൈകുന്നത്? ആന്തരിക അവയവങ്ങളുടെ ഫലം വന്നെങ്കിൽ മാത്രമേ കേസ് ഇനി മുന്നോട്ട് അന്വേഷിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പൊ ഏകദേശം ആ കേസ് നിലച്ച മട്ടാണ്. ഇത്രയും വലിയൊരു കേസാണ്, ജനശ്രദ്ധ പിടിച്ചു പറ്റിയൊരു കേസാണ്. അങ്ങനെയുള്ളൊരു കേസിലെങ്കിലും കുറച്ചും കൂടി ഒന്ന് നേരത്തെ ഈ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് വന്നുകൂടെ? പക്ഷേ ഇവിടെ അതൊന്നുമല്ല. എല്ലാം ഇങ്ങനെ പയ്യപ്പോക്ക് നയമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നതോടെ ദുരൂഹത നീങ്ങാതെ തിരുവനന്തപുരത്തെ ആറാലുമൂട് ഗോപന്റെ സമാധി വിവാദം. പ്രാഥമിക റിപ്പോർട്ടിൽ സ്വാഭാവിക മരണമാണ് എന്ന് വ്യക്തമായതോടെ ആന്തരിക അവയവ പരിശോധനാ ഫലം വന്ന ശേഷം തുടർ നടപടി മതിയെന്ന തീരുമാനത്തിലാണ് പോലീസ്. അതേസമയം സംസ്കാര സ്ഥലത്ത് പൂജാരിയായ മകന്റെ നേതൃത്വത്തിൽ നിത്യവും പൂജയും പ്രാർത്ഥനകളുമുണ്ട്. ഗോപൻ സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ആറാലുമൂട് ഗോപന്റെ സംസ്കാര സ്ഥലത്തെ കാഴ്ചകളാണിത്. സമാധി മണ്ഡപം കെട്ടി സംസ്കരിച്ച സ്ഥലത്ത് നിത്യവും പൂജകളുണ്ട്. പൂജാരിയായ മകൻ രാജസേനനാണ് നേതൃത്വം നൽകുന്നത്. വൈകിട്ട് 6 മണിയോടെ തുടങ്ങുന്ന പൂജകൾ രാത്രിയിലും തുടരും. അതേസമയം ആന്തരികാവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കാൻ വൈകുന്നതോടെ കേസന്വേഷണം നിലച്ചമട്ടാണ്. ആ റിപ്പോർട്ട് ഇനി വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. എന്തിനാണ് ഇത്രയും താമസിപ്പിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ആൾക്കാരോട് പറഞ്ഞാൽ പോരെ. ഇവിടെ പക്ഷെ പറയുന്നില്ല. ഇനി ഇവര് അവിടെ പൂജിച്ചോട്ടെ, അവരുടെ അച്ഛന്റെ സമാധിയാണ്, അവർ പൂജിച്ചോട്ടെ, പ്രാർത്ഥിച്ചോട്ടെ, 4 നേരവും പൂജിച്ചോട്ടെ. പക്ഷെ അതൊന്നും വിഷയമില്ല. പക്ഷേ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഏത് രീതിയിൽ ചിന്തിച്ചിട്ടും അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഇഷ്ടമാണ് അവരുടെ അച്ഛനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പക്ഷെ മറ്റുള്ളവർ പൂജിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുന്നത് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അന്ധവിശ്വാസമാണ്, അനാചാരമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് അത് സമ്മതിച്ചു കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഈ ദൈവത്തിന്റെ കാര്യമാണ്, മതത്തിന്റെ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിയമങ്ങൾക്ക് ഇടപെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വിഷയം. അതുകൊണ്ടാണ് ആർക്കും എവിടെ വേണമെങ്കിലും അമ്പലം പണിയാം, എവിടെ വേണമെങ്കിലും പള്ളി പണിയാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം, അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാം. അതുകൊണ്ടാണല്ലോ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുന്നതും അതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ പെറ്റുവരുന്നതും. ഈ 2-3 വർഷങ്ങൾക്കിടയിൽ തന്നെ എന്തുമാത്രം കേസുകളാണ് നമ്മൾ കേട്ടത്. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ, അനാചാരങ്ങളുടെ പേരിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൂട്ടുന്ന ഓരോരോ വൃത്തികേടുകൾ. ഇതേപോലെയല്ലേ അമ്പലം പണിയുന്നു. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞില്ലേ അത്? പിന്നെ ആ മനുഷ്യൻ അവിടെ ഉണ്ടോ? പിന്നെ ആ മനുഷ്യന് ശക്തിയുണ്ടോ? എന്തുണ്ടെന്നാ? പിന്നെ എന്തിനാണ് അവിടെ പോയി പൂജിക്കുന്നത്? എന്തിനാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം? വെറുതെ കുറെ പൊട്ടത്തരങ്ങൾ അങ്ങ് പടച്ചു വിടുവാണ്. അത് കേട്ട് വിശ്വസിക്കാൻ കുറെ ആൾക്കാർ. ഇനി അവിടേക്ക് പോയിട്ട് തീർത്ഥാടന കേന്ദ്രമാക്കി കഴിയുമ്പോൾ ആൾക്കാർ അവിടെ ചെല്ലും, പൂജ, പ്രാർത്ഥന, ഭജന, വലിയ രീതിയിലുള്ള ആശ്രമം പണിയും, വലിയ ട്രസ്റ്റ് ആകും. പിന്നെ അതങ്ങ് പെരുകി 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 നമ്മുടെ ഒന്നും കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത വലിയൊരു സംഭവമായിട്ട് മാറും. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും നമുക്കൊന്നും അതിനെപ്പറ്റി സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാകും. നെയ്യാറ്റിൻകര ഗോപനോ മിണ്ടാൻ പോലും പാടില്ല എന്നുള്ള രീതിയായി മാറും. ഇങ്ങനെ ആയിരിക്കാം പല ട്രസ്റ്റുകളുടെയും പല കാര്യങ്ങളുടെയും തുടക്കം. എന്തായാലും കൊള്ളാം.
ഭ്രാന്താലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ ഭ്രാന്താലയമാണ് നമ്മുടെ നാട്.